ഇന്ന് നിങ്ങളിൽ ചിലരെ നോക്കിക്കൊണ്ട് എന്നിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് വലിയ ദൈവപ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെട്ടു വരുവാൻ വേണ്ടി പോകുകയാണ്. ഇതുവരെ കാണാത്ത രീതിയിലുള്ള അസാധാരണമാകുന്ന അത്ഭുതങ്ങൾ എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ ചെയ്തു തരുവാൻ വേണ്ടി പോകുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ ഇട്ട 1-2 ചിന്തകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ച അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന് പറയുന്നത്, ആത്മാവിനെ നിങ്ങൾ അനുസരിച്ച് നടന്നാൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകയില്ല. ആത്മാവിനെ നിങ്ങൾ അനുസരിച്ച് നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വലിയ വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുവാനിടയായിത്തീരും. അതുകൊണ്ട് നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ ദൈവാത്മാവിന്റെ ശബ്ദത്തിനു വേണ്ടി വിധേയപ്പെടുക. ആത്മാവിന് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. വലിയ ദൈവപ്രവൃത്തി നിങ്ങളിൽ ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ എന്നെ ഇന്ന് കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ ദൈവിക വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് ഈ ചാനലിലൂടെ ശക്തമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് നമ്മൾ കൈമാറുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തോ. എനിക്കൊരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഇവിടെ പറയപ്പെടുന്ന ദൈവവചനത്തിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും. കഴിഞ്ഞ നാളുകളിൽ ഇതിലൂടെ നടന്ന ശുശ്രൂഷകളിൽ അനേക രോഗികളെ ദൈവം സൗഖ്യമാക്കി. അനേകരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ വഴികൾ ദൈവം തുറന്നുകൊടുത്ത വഴികളും വാതിലുകളും ദൈവം തുറന്നുകൊടുത്ത സാക്ഷ്യങ്ങൾ പല വ്യക്തികളും എന്നെ വിളിച്ചറിയിക്കുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിന് മാറ്റം വരുത്തുവാൻ പറ്റും. എൻ്റെ ദൈവത്തിന് പുതിയ വഴികളെ തുറന്നു തരാൻ പറ്റും. എൻ്റെ ദൈവത്തിന് അത്ഭുതം ചെയ്തു തരുവാൻ പറ്റും. ഞാൻ പലപ്പോഴും എൻ്റെ മെസ്സേജുകളിൽ പറഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ്, എൻ്റെ ദൈവത്തിന് ഒറ്റ രാത്രി കൊണ്ടും കമാൺ നിങ്ങളുടെ ജീവിതത്തിൽ ആയിരിക്കുന്ന ആ അനുഭവത്തിൽ നിന്ന് അത്ഭുതം ചെയ്യുവാൻ പറ്റും. അധികം നിമിഷമൊന്നും വേണ്ട. ദൈവത്തെ അനുസരിച്ച് നിങ്ങൾ തുടങ്ങിയാൽ മതി. ദൈവത്തിന്റെ വഴികളിൽ നിങ്ങൾ സ്റ്റെപ്പുകൾ എടുത്തു വച്ചാൽ മതി. ഏതു നിമിഷവും നിന്റെ സാഹചര്യത്തെ എൻ്റെ ദൈവത്തിന് മാറ്റുവാൻ പറ്റും. ഇത് പറയുമ്പോൾ ഞാൻ ആത്മകണ്ണിൽ കാണുന്നതും അത് തന്നെയാണ്. പല വ്യക്തികളുടെ സാഹചര്യങ്ങൾ എൻ്റെ ദൈവം മാറ്റുന്നു. ഹല്ലേലൂയ. പല വ്യക്തികളുടെ ജീവിതത്തിന്മേൽ വലിയ ദൈവപ്രവൃത്തികൾ ദൈവം വെക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന്മേൽ അസാധാരണമാകുന്ന രീതിയിലുള്ള ദൈവിക കരങ്ങൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരികയാണ്. അതിനെ വിശ്വസിച്ചോ, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാനിടയായിത്തീരും. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഒരു ശക്തമേറിയ ദൈവിക ആലോചനയാണ് എൻ്റെ പക്കൽ വരവേൽപ്പിച്ചിരിക്കുന്നത്. അതിനാധാരമായി മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്കാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഒരുമിച്ച് കൊണ്ടുവരുന്നത്. 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ഇവിടെ അനന്തരം എന്ന പദം പറയുമ്പോൾ ഇതിന്റെ പുറകിൽ ശക്തമേറിയ എന്തോ ഒന്ന് യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ശക്തമേറിയ ഒരു ദൈവപ്രവൃത്തിക്ക് യേശുക്രിസ്തു സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അങ്ങനെ മഹത്വകരമായ അനുഭവത്തിൽ നിന്ന് പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിക്കുവാനിടയായിത്തീർന്നു. ഇത് ഞാൻ പറയുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിന്മേൽ അവൻ മഹത്വകരമായ എന്തോ ഒന്ന് സംഭവിച്ചിട്ട്
പെട്ടെന്ന് നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ലൈഫിനെ അവൻ വ്യത്യസ്തമാകുന്ന ഒരു മേഖലയിലേക്ക് നയിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ്. ആ മരുഭൂമിയിൽ എന്റെ ദൈവത്തിന് വലിയ ദൈവപ്രവൃത്തികൾ ചെയ്തെടുക്കുവാനുണ്ട്. യേശുക്രിസ്തു ഗലീലയിൽ നിന്ന് യോർദാൻ കരയിലേക്ക് സ്നാനമേൽക്കുവാൻ വേണ്ടി നടന്നു വരുവാനിടയായിട്ടു. ഇങ്ങനെ യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റ ഉടനെ തന്നെ സ്വർഗം യേശുവിന്റെ മുമ്പിൽ തുറക്കുവാനിടയായിട്ടുള്ളൂ. എന്നിട്ട് പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപ യേശുവിന്റെ മേൽ വസിക്കുവാനിടയായിത്തീർന്നു. അടുത്തത് ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ്: സ്വർഗത്തിൽ നിന്ന് ഒരു പദം കേൾക്കുവാനിടയായിത്തീർന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഒരു മഹത്വകരമായ അനുഭവമാണ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാനിടയായിത്തീർന്നത്. ഇത് ഞാൻ പറയുമ്പോൾ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒരു മഹത്വകരമായ അനുഭവം വെളിപ്പെട്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾ നടക്കുന്നത് നാച്ചുറലായ ലൈഫിൽ കൂടെയാണെങ്കിൽ, നിങ്ങൾ നടക്കുന്നത് ജീവിതത്തിന്മേൽ ഒരു ഉയർച്ച കാണാത്ത അനുഭവമാണെങ്കിൽ, നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മഹത്വകരമായ ഒന്ന് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ചെയ്തു തരികയാണ്. ഇങ്ങനെ യേശുക്രിസ്തു സ്നാനമേറ്റ് പുറത്തു വന്ന് മഹത്വകരമായ ഒരു ഗ്ലോറിയസ് ആകുന്ന അനുഭവം യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ അനുഭവിച്ച് അടുത്ത നിമിഷം ആത്മാവ് ചെയ്തത്, യേശുക്രിസ്തു ഇതുവരെ നടന്നു നീങ്ങാത്ത ഒരു മേഖലയിലേക്ക് നയിക്കുവാനിടയായിത്തീർന്നു. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പല വ്യക്തികളുടെ ജീവിതത്തിന്മേലും സംഭവിച്ചിരിക്കുന്നതും ഇത് തന്നെയാണ്. അവൻ വലിയ ദൈവപ്രവൃത്തികൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചു. വലിയ ദൈവിക മൂവുകൾ എന്നിലൂടെയും എന്റെ കുടുംബത്തിലൂടെയും നടക്കുവാനിടയായിത്തീർന്നു. എന്തിനു പറയുന്നു? ലൈഫ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഏതോ ഒരു നിമിഷത്തിൽ പെട്ടെന്ന് ഞാൻ അറിയാതെ എന്റെ ജീവിതത്തിന്മേൽ വഴിത്തിരിവ് കടന്നു വന്നു. അത് ഞാൻ എന്റെ ചെയ്തത് എന്റെ ജീവിതത്തിന്റെ മരുഭൂമിയിലാണെന്ന് പറയുന്ന ആരൊക്കെയോ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, അവരെ നോക്കിക്കൊണ്ട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ മരുഭൂമി എന്റെ ദൈവത്തിന് നിന്നെ പണിതെടുക്കുന്ന വേദിയാണ്. പണികൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നു. ദൈവപ്രവൃത്തികൾ നിങ്ങൾ കാണാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിന്മേൽ സമൂലമായ ദൈവപ്രവൃത്തിയും മാറ്റവും ഈ സീസണിന് മേൽ നടക്കുവാൻ വേണ്ടി പോകുകയാണ്. വലിയ ദൈവികം യോഗത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വേർഡിനെ കൈമാറുന്നത്. നിങ്ങളുടെ മരുഭൂമിയുടെ മേൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവകൃപ നിങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടി പോകുകയാണ്. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടി കടന്നുപോയ ഒരുപാട് വ്യക്തികളുണ്ട്. അതിൽ ഒരു വ്യക്തിയായിരുന്ന ഹാഗാർ. ഹാഗാറിനെ അബ്രഹാം ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഒരു തുരുത്തി വെള്ളം മാത്രമായിട്ടാണ് അവളെ പറഞ്ഞയച്ചത്. മനുഷ്യൻ തരുമ്പോൾ, ലോകം തരുമ്പോൾ ഇപ്രകാരം മാത്രമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക. എല്ലാ കാലഘട്ടത്തിലും പരിമിതികൾ ഉണ്ടായിരിക്കും. ഇന്ന് പരിമിതികളുടെ അകത്തു നിന്ന് നിങ്ങൾ എന്നെ കേൾക്കുന്നെങ്കിൽ, നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ പ്രവചന ശബ്ദം ഞാൻ കൈമാറുകയാണ്. ആ പരിമിതികളെ എന്റെ ദൈവം നിനക്ക് വേണ്ടി ബ്രേക്ക് ചെയ്യും. നീ കാണാത്ത രീതിയിലുള്ള ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിന്മേൽ ഇന്ന് സംഭവിക്കുവാൻ വേണ്ടി പോകുകയാണ്. ഹാഗാർ അങ്ങനെ മരുഭൂമിയിലേക്ക് കൊച്ചുമായി, ആ ബാലകനുമായി കടന്നു വരുമ്പോൾ, അവൻ കൊച്ചിനെ കഴിക്കുവാനോ കുടിക്കുവാനോ ഇല്ലാത്ത അനുഭവത്തിൽ ഭാരപ്പെടുമ്പോൾ, അവൻ ഹാഗാറിനു വേണ്ടി ദൈവം അവളുടെ കണ്ണു തുറന്നു. ആ മരുഭൂമിയിൽ സംഭവിച്ചത് ഒരിക്കലും വറ്റിപ്പോകാത്ത നീരുറവ ഹാഗാറിനു വേണ്ടി ദൈവം തുറന്നു കൊടുക്കുവാനിടയായിത്തീർന്നു. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒരിക്കലും
വറ്റിപ്പോകാത്ത രീതിയിലുള്ള അവൻ നീരുറവകൾ എന്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരികയാണ്. ഒരു വഴിയും മുൻപിൽ തുറക്കാത്ത രീതിയിൽ കെട്ടപ്പെട്ട അനുഭവത്തിൽ എന്നെ കാണുന്ന ചിലരുണ്ടല്ലോ, അവരോട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങളുടെ മുമ്പിൽ യേശുവിന്റെ നാമത്തിൽ പുതിയ വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരികയാണ്. ലോകം തുറന്നു കഴിഞ്ഞപ്പോൾ അബ്രഹാം, ബഹുസമ്പന്നനായ അബ്രഹാം അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു തുരുത്തി വെള്ളം മാത്രമാണെങ്കിൽ എന്റെ ദൈവം അവളുടെ മുമ്പിൽ വഴി തുറന്നപ്പോൾ ആർക്കും അടയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള, ഒരിക്കലും വറ്റിപ്പോകാത്ത രീതിയിലുള്ള വഴികൾ ഹാഗാറിന് വേണ്ടി മരുഭൂമിയിൽ തുറന്നു കൊടുത്തതുപോലെ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ച് പറയുകയാണ്, ഈ സീസണിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു വ്യക്തിക്കും അടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ നിങ്ങൾ വറ്റിപ്പോകാത്ത നീരുറവയും ഒരിക്കലും നശിച്ചു പോകാത്ത ആമേൻ മനോഹരമായ തോട്ടം പോലെയും എന്റെ ദൈവം ഈ സീസണിൽ നിങ്ങളെ ആക്കുവാൻ വേണ്ടി പോകുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മരുഭൂമിയിൽ നിങ്ങൾ പേടിച്ചു പോകരുത്, നിങ്ങളുടെ മരുഭൂമിയിൽ നിങ്ങൾ തകർന്നു പോകരുത്, നിങ്ങളുടെ ഇല്ലായ്മയിൽ നിങ്ങൾ വേദനപ്പെട്ടിരിക്കരുത്. എന്റെ യേശു നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഒരു അത്ഭുത പ്രവൃത്തി ചെയ്യുകയാണ്. പ്രാർത്ഥനയോടുകൂടി ആ ദൈവവചനത്തെ നിങ്ങൾ സ്വീകരിച്ചോ, ദൈവിക മഹത്വം ഇന്ന് തൊട്ട് നിങ്ങൾ കണ്ടിരിക്കും. നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ്, മരുഭൂമിയിലാണ് ദൈവകരം ഏറ്റവും കൂടുതൽ തന്റെ ഭക്തന്മാർക്കു വേണ്ടി വെളിപ്പെട്ടു വന്നിരിക്കുന്നത്. മരുഭൂമിയിലാണ് മന്ന ദൈവം ഒരുക്കി കൊടുത്തത്, മരുഭൂമിയിലാണ് മാറിയ ദൈവം മധുരമാക്കി കൊടുത്തത്. അവൻ തന്റെ ജീവിതത്തിന്റെ ഏറ്റവും അവസാന നിമിഷമെന്ന് തോന്നിയ മോശയുടെ ജീവിതത്തിന്മേൽ പുതിയ തുടക്കങ്ങൾ നൽകിക്കൊടുത്തത് മരുഭൂമിയിലാണ്. അങ്ങനെയെന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ്, ഈ മരുഭൂമിയുടെ മേൽ ദൈവപ്രവൃത്തിയുടെ കരം നിനക്കു വേണ്ടി ഇന്ന് വെളിപ്പെട്ടു വരികയാണ്. ഏതൊക്കെയോ അനുഭവങ്ങളിൽ എന്റെ ജീവിതം മരുഭൂമിയാണ്, ഈ മരുഭൂമിയിൽ നിന്ന് ആര് എന്നെ പുറത്തു കൊണ്ടുവരും എന്ന് ചോദിക്കുന്ന ചില മാതാപിതാക്കളെ ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. അവരെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, മരുഭൂമിയിൽ നീ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ നിന്റെ ജീവിതത്തിന്മേൽ വെളിപ്പെട്ടു വരുവാൻ വേണ്ടി പോകുകയാണ്. ഇത് പറയുമ്പോൾ ഈ വേർഡിനെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് ബോക്സിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ, എന്റെ മരുഭൂമിയിൽ ദൈവപ്രവൃത്തി ഞാൻ കണ്ടിരിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അക്ഷരികമായി നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ്. രോഗമെന്ന മരുഭൂമി യേശുവെന്ന നാമത്തിൽ ചിലരിൽ നിന്ന് മാറിപ്പോകുന്നു. ശാപമെന്ന മരുഭൂമി ചിലർ വിട്ടോടിപ്പോകുന്നു. ദാരിദ്ര്യമെന്ന ഡ്രൈനസ് എന്ന മരുഭൂമി ചിലർ ഓവർകം ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിങ്ങൾ കണ്ടിരിക്കും. ഞാനിത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചയും രാത്രി ഇന്ത്യൻ സമയം 9 മണിക്ക് ഞാൻ സൂമിൽ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ അവൻ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ 2 മിനിറ്റിൽ താഴെ ഉള്ള ശക്തമേറിയ ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിന് വഴിത്തിരിവിന് കാരണമാക്കുവാൻ എന്റെ ദൈവത്തിന് പറ്റും. അതുപോലെ തന്നെ ആ സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ അവിടെ ശനിയാഴ്ചകളിൽ നടക്കുന്ന സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അവിടെ അയച്ചു തരുന്നതായിരിക്കും. പ്രിയരെ, അനന്തരം യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്കാണ് നയിച്ചത്. എന്നാൽ ആ മരുഭൂമിയിൽ യേശുവിനെ ശുശ്രൂഷിക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാരുണ്ടായിരുന്നു. നിങ്ങളെ നോക്കിക്കൊണ്ട് ഇന്ന് ഞാൻ പ്രവചിച്ചു പറയുകയാണ്, നിങ്ങളുടെ മരുഭൂമിയിൽ ദൈവത്തിന്റെ ദൂതന്മാർ
നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരികയാണ്. ഇതുവരെ കാണാത്ത രീതിയിലുള്ള ആമേൻ സൂപ്പർ നാച്ചുറലായ വഴികൾ ചിലർക്കു വേണ്ടി ദൈവം തുറന്നു തരാൻ വേണ്ടി പോകുകയാണ്. എന്നോടൊപ്പം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഇവരുടെ മരുഭൂമിയിൽ അങ്ങയുടെ കരം നേരിട്ടിറങ്ങുന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അനന്തരം ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് അയച്ചുവെങ്കിൽ ആ മരുഭൂമിയുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടതുപോലെ തന്നെ ഈ ജനത്തിന്റെ മുൻപിൽ വലിയ ദൈവിക വഴികൾ ദൈവം തുറന്നു കൊടുക്കുന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾ ഒരു രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ ആ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങൾ കൈകളെടുത്തു വെച്ചോ. എന്റെ യേശുവിന് ഇപ്പോൾ തന്നെ നിങ്ങളെ സൗഖ്യമാക്കാൻ പറ്റും. ഈ തലയിൽ നിന്ന് ഹല്ലേലൂയ ഇറങ്ങി ഈ താടിയലിന്റെ ഭാഗമൊക്കെയായിട്ട് രോഗത്താൽ ഭാരപ്പെടുന്ന, വേദനയാൽ ഭാരപ്പെടുന്ന വ്യക്തികളുടെ മേൽ അത്ഭുത സൗഖ്യത്തെ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. ഉദര സംബന്ധമായ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. തൈറോയിഡുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചില വാദങ്ങൾ ഒരിക്കലും ട്രീറ്റ് ചെയ്തിട്ടും സൗഖ്യമാക്കാൻ പറ്റാത്ത രീതിയിലുള്ള അങ്ങനെയുള്ള രോഗങ്ങളുടെ മേൽ അത്ഭുത സൗഖ്യത്തെ വെക്കുകയാണ്. അത്ഭുതം നടന്നിരിക്കാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ആത്മീയ കൂടിവരവുകൾ പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട്. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 തൊട്ട് 1 മണി വരെയുള്ള സമയമാണ്. നിങ്ങൾ വേറെ എവിടെയെങ്കിലും മീറ്റിങ്ങിന് പോകാത്ത വ്യക്തികളാണെങ്കിൽ, നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ ആ മീറ്റിങ്ങിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഏതു മേഖലയാണെങ്കിലും, ഏത് പൈശാചിക മേഖലകളിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിലും, ആധിപത്യത്തിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിലും, ശാപത്തിന്റെ കീഴിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിലും, എൻ്റെ യേശുവിന് നിങ്ങളെ സൗഖ്യമാക്കാൻ പറ്റും. എൻ്റെ യേശുവിന് നിങ്ങളെ വിടുവിക്കുവാൻ പറ്റും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ അവിടെ ശുശ്രൂഷിക്കുവാനുണ്ടാകും. അത് നിങ്ങളുടെ ജീവിതത്തിന്മേൽ വലിയ മാറ്റത്തിന് കാരണമാകുവാനിടയായിത്തീരും. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ പ്രയർ ലൈൻ എന്നറിയപ്പെടുന്ന ഒരു നമ്പർ ഞാൻ അതിന്റെ സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്. ആ നമ്പറിൽ മാത്രം വിളിക്കുക. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നാളെ വേറൊരു മെസ്സേജുമായി കാണാം. വലിയ ദൈവിക മഹത്വത്തിന് വേണ്ടി നിങ്ങൾ റെഡി ആവുക. ഗോഡ് ബ്ലെസ് യു ഓൾ.